നമസ്കാരം. നമുക്ക് ബോട്ടണിയിലെ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പാഠമാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ സിസ്റ്റംസ് ക്ലാസിഫിക്കേഷനകത്ത് ഏതൊക്കെ സിസ്റ്റംസ് വരുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ ചെറിയ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, അവരുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുക. അതായത് മെയിനായിട്ട് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്, അതുപോലെ തന്നെ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിലെ ഒരു ചെറിയ പാർട്ട് വരെയാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് കവർ ചെയ്യുക. അപ്പോൾ നമ്മൾ പാഠം തുടങ്ങുന്നത് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആരൊക്കെയാണ് മുമ്പ് ഈ ജീവികളെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ ചെയ്ത ആൾക്കാരിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന തത്വചിന്തകനാണ്. അറിയാലോ അരിസ്റ്റോട്ടിലെ കുറിച്ച്. അപ്പം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിലോസഫറായിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം മൊത്തത്തിലുള്ള ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് പ്ലാന്റ്സ് ആനിമൽസ് എന്നുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഒന്നും ചെയ്യാതെ നമ്മളിന്ന് കാണുന്ന പ്ലാന്റ്സിനെ എല്ലാം കൂടെ പുള്ളി ഒരു 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചു. അതായത് അവരുടെ സൈസിനെ നോക്കിയിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അനിമൽസിന്റെ ഗ്രൂപ്പിനെ പുള്ളി വേറെ 2 ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ നമുക്ക് അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ആദ്യമായിട്ട് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടില് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തത് പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിനെ ചെറിയ ഹെർബുകളെന്ന്, അതുപോലെ തന്നെ ഷ്രബുകളെന്ന്, ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. അതായത് തീരെ ചെറിയ ചെടികള്, കുറ്റിച്ചെടികള്, അതുപോലെ തന്നെ വലിയ മരങ്ങൾ, ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. അതുപോലെ അനിമൽസിന്റെ കാര്യം എടുത്തപ്പോൾ ജന്തുക്കളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് അവരുടെ ബ്ലഡിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. ബ്ലഡിനകത്ത് RBC ഉള്ള ജീവികളും RBC ഇല്ലാത്ത ജീവികളും. RBC പ്രസന്റ് ആയിട്ടുള്ള പറയുമ്പോൾ അവരുടെ രക്തം ചുവപ്പ് കളറിലുള്ളതായി, റെഡ് കളറിലുള്ള ബ്ലഡുള്ള ഓർഗാനിസംസും, അതുപോലെ തന്നെ RBC ഇല്ലാത്ത ജീവികളെന്നും 2 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചത്. അപ്പൊ അത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ ജീവജാലങ്ങൾ മൊത്തം എത്ര ഗ്രൂപ്പുകളെ ഉള്ളൂ? ഈ പറയുന്ന പോലെ ഹെർബുകൾ, ഷ്രബുകൾ, മരങ്ങൾ, അതുപോലെ തന്നെ അനിമൽസിന്റെ ഗ്രൂപ്പിലുള്ള വിത്ത് RBCയും വിത്തൗട്ട് RBC. പുള്ളി ആദ്യം ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത്. ജീവികളെ ക്ലാസിഫൈ തുടങ്ങിയ അദ്ദേഹമാണ് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഇത് ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വേറെ സയന്റിസ്റ്റ് വന്നു. നമ്മള് ആദ്യത്തെ പാഠത്തിൽ പഠിച്ചു, സൂറയിൽ ആദ്യത്തെ പാഠത്തിലാണ് പഠിച്ചത്, ലിവിംഗ് വേൾഡിനകത്ത് നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ പേര് എന്തായിരുന്നു? കാരോളസ് ലിനേസ് അല്ലെങ്കിൽ കാൾ ലിനേസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പുള്ളിയുടെ വഴിയാണ്. പുള്ളിയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് സയന്റിഫിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാരോളസ് ലിനേസ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പാഠത്തിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ കാൾ ലിനേസ് ക്ലാസിഫൈ ചെയ്തത് ഒന്നാമത്തെ ആളുടെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കാരോളസ് ലിനേസ് എന്ന് പറയുന്ന ആളാണ് ക്ലാസിഫൈ. ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ വിളിക്കുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടെ വകയായിട്ടാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, മൊത്തത്തിലുള്ള ജീവജാലങ്ങളെ 2 ഗ്രൂപ്പുകളായിട്ട്, വേറെ ഒന്നും നോക്കാതെ 2 ഗ്രൂപ്പുകളായിട്ട് മൊത്തത്തിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെ ഗ്രൂപ്പുകളായിരിക്കും സ്വാഭാവികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആരൊക്കെയാണ്. അതിനെ പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും പറയുന്ന 2 ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ് കിങ്ഡം എന്നും അനിമൽ കിങ്ഡം എന്നുമാണ് ക്ലാസിഫൈ. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനെ 2 മെയിൻ ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറ്റി. എന്തൊക്കെയാണ്? പ്ലാന്റ്സിനെ എല്ലാം കൂടെ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് എടുത്തിട്ടു, അനിമൽസിനെ എല്ലാം കൂടെ എടുത്തിട്ട് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് എടുത്തു.
രണ്ട് തരത്തിലുള്ള സെറ്റുകളെ ഉള്ളൂ, പ്ലാന്റ് കിങ്ഡവും അനിമൽ കിങ്ഡവും ആണെന്ന് ക്ലാസിഫൈ ചെയ്തു. ഈ ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ക്ലാസിഫിക്കേഷൻ വളരെ ക്ലിയർ ആണോ? നമ്മൾ അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയുള്ള ക്ലാസിഫിക്കേഷൻ, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇത്. എന്നാൽ ആദ്യത്തെ നല്ല ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇദ്ദേഹം ക്ലാസിഫിക്കേഷന്റെ സമയത്ത് ഇതിനകത്ത് പ്രോകാരിയോട്ടിക് ഓർഗാനിസം അല്ലെങ്കിൽ അവരുടെ ന്യൂക്ലിയസിന്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ അവരുടെ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആയിരുന്നോ അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസിന്തറ്റിക് നേച്ചർ ആണെന്നോ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നോ അവരുടെ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പരിഗണിച്ചില്ല. ബ്ലൈൻഡ് ആയിട്ട് പ്ലാന്റ് നേച്ചർ കാണിക്കുന്നവരെല്ലാം പ്ലാന്റ് കിങ്ഡത്തിനകത്തും അനിമൽ നേച്ചർ കാണിക്കുന്നവരെല്ലാം അനിമൽ കിങ്ഡത്തിനകത്തേക്ക് ക്ലാസിഫൈ ചെയ്തു. നമ്മുടെ ആൽഗകൾ പോലുള്ള ചെറിയ ജീവികളെയൊക്കെ ഇത് ചെയ്തു അങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്ത രീതിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, ഏത് ഗ്രൂപ്പിനകത്ത് വരുമെന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് വന്നത്. ഒരുപാട് ഓർഗാനിസംസ് ഏത് ഗ്രൂപ്പിനകത്ത് വരുമെന്നുള്ള കൺഫ്യൂഷനും ഈ ക്ലാസിഫിക്കേഷനകത്ത് വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആരാണ് ജീവികളെ ടു കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്? അല്ലെങ്കിൽ ഫാദർ ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൾ ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ക്ലിയർ ആയല്ലോ? രണ്ട് ക്ലാസിഫിക്കേഷൻ ആയി. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇത് നടത്തിയത് RH വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആരാണ്? ആളുടെ പേര് RH വിറ്റാക്കർ എന്ന് പറയുന്ന നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനും ഇതാണ്. ലിനേയസ് ടു കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തെങ്കിൽ ഇവിടെ വിറ്റാക്കർ മൊത്തം ഓർഗാനിസത്തിനെ 5 കിങ്ഡംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ RH വിറ്റാക്കർ. ചെയ്തത്രേ ഉള്ളൂ. ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പിനെ ലിനേയസ് ക്ലാസിഫൈ ചെയ്ത് വെച്ച ഈ രണ്ടുപേരെ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് വീണ്ടും ഇതിനകത്തുള്ള ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മൊത്തത്തിൽ 5 ഗ്രൂപ്പുകളായിട്ട് മാറ്റി. അതിനകത്ത് 2 കിങ്ഡംസ് എന്ന് പറയുന്നത് ഒന്ന് പ്ലാന്റ് കിങ്ഡവും അനിമൽ കിങ്ഡവും തന്നെയാണ്. അവർ രണ്ടുപേരും എന്തായാലും ഉണ്ട്. അതൊക്കെയാണ് അനിമൽ കിങ്ഡവും ഉണ്ട്, പ്ലാന്റ് കിങ്ഡവും ഉണ്ട്. ഇതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ലിനേയസിന്റെ ക്ലാസിഫിക്കേഷനകത്ത് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകളെ ഏത് ഗ്രൂപ്പിനകത്ത് ഇടണോ അല്ലെങ്കിൽ രണ്ടിന്റെയും ക്യാരക്ടറൊക്കെ പൊതുവിൽ കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഏത് ഗ്രൂപ്പിനകത്ത് ഇടണമെന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ പരിഹരിക്കപ്പെട്ടു. കാരണം ഇതിനകത്തുണ്ടായിരുന്ന കുറച്ച് ഓർഗാനിസത്തിനെ ഇതിന് വീണ്ടും ചെയ്തു 3 ഗ്രൂപ്പുകളായിട്ട് പ്ലാൻ കണ്ടെത്തിയിരുന്നു. ഇവിടുന്ന് അനിമൽ കണ്ടെത്തിയിരുന്നു. അടുത്ത 2 ഗ്രൂപ്പുകൾ, അങ്ങനെ മൊത്തത്തിൽ 5 ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു? ഇതിനെ തരംതിരിച്ചു. അപ്പൊ ആദ്യത്തെ കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം മുനീറ എന്നാണ് പറയുക. ഇതിനകത്ത് വരുന്ന ആൾക്കാരുടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അവര് ബാക്ടീരിയകളൊക്കെ വരുന്നത് ഈ ഗ്രൂപ്പിനകത്താണ്. കിങ്ഡം മുനീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് വരുന്നത്. ഇവിടെ പരിഗണിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ പ്രത്യേകതകളും മറ്റുമാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ സെല്ലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിങ്ഡം മുനീറ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം കിങ്ഡം മുനീറ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി അവരെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു. ആരാ? കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന നേച്ചറാണ്. കാരണം കിങ്ഡം മുനീറയുടെ കുറച്ച് ക്യാരക്ടറും ഉണ്ട്, എന്നാൽ അനിമൽ നേച്ചറും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ കുറച്ച് പേർക്ക് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ വേറെ നേച്ചറുണ്ട്, ബാക്ടീരിയൽ നേച്ചർ ഉണ്ട്, പ്ലാന്റ്സിന്റെ നേച്ചർ ഫോട്ടോസിന്തറ്റിക് നേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ അനിമൽസിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉള്ളവരുണ്ട്. ആ ഗ്രൂപ്പിനെ എടുത്ത് നമ്മൾ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം. പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ നടുക്കത്തെ ആൾക്കാര് ബാക്കി എല്ലാ നേച്ചറും ഓക്കെയാണ്, പക്ഷെ ഇവർക്ക് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഗ്രൂപ്പുകാർ നമ്മുടെ അടുത്ത് എന്ത് ചെയ്തു? പക്ഷെ ഈ പ്ലാന്റ്സിനെ അനിമൽസിനെയൊക്കെ പോലെ തന്നെ ന്യൂക്ലിയസിന്റെ പ്രത്യേകതകളും സെല്ലിന്റെ പ്രത്യേകതകളും ഒക്കെ യൂക്കാരിയോട്ടിക് നേച്ചർ ആയിരുന്നു. അഡ്വാൻസ്ഡ് ഓർഗാനിസത്തിന്റെ സെൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നവരാണ് ഇവര്. പക്ഷെ എന്തുണ്ടായിരുന്നില്ല? അവർക്ക് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഇല്ലായിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു?
കുമിളുകൾ വരുന്ന ഗ്രൂപ്പ് ഫഞ്ച് എന്ന് പറയുന്ന കിങ്ഡത്തിനകത്തേക്ക് എടുത്തു. അങ്ങനെ 5 കിങ്ഡംസ് ആയിട്ട് ആരെ ക്ലാസിഫൈ ചെയ്തു? മൊത്തത്തിൽ ഓർഗാനിസത്തിനെ വിറ്റാക്കി ക്ലാസിഫൈ ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയോ? നമ്മള് ലിനേസിന്റെ പേര് പറഞ്ഞിട്ട് കോൾ ലിനേസ് അല്ലെങ്കിൽ ലിനേസ് എഴുതിയിട്ട് 2 ബുക്ക് ഇട്ടിട്ട് 2 കിങ്ഡം എന്ന് കൊടുത്തിരിക്കും. അപ്പൊ ഇവിടെ താഴെ ആർച്ച് വിറ്റാക്കം എന്ന് എഴുതിയിട്ട് ഏത് കിങ്ഡം എന്നുള്ളത്, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 2 കിങ്ഡം തന്നിട്ട് ലിനേസ് തന്നിരിക്കും, 5 കിങ്ഡം തന്നിട്ട് നിങ്ങൾ ആരാണെന്ന് എഴുതണം. ആരായിരിക്കും? ആർച്ച് വിറ്റാക്കർ ആണ് അതിന്റെ ഉപജ്ഞാതാവ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഈ വിറ്റാക്കർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ പരിഗണിച്ച കുറെ പ്രത്യേകതകളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ പ്രത്യേകത. അവര് വളരെ സിമ്പിൾ ന്യൂക്ലിയസ് ഉള്ളവർ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളവർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് സെല്ല് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, പ്രോ കാരിയോട്ടിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ അത് യൂകാരിയോട്ടിക് ആണോ, അത് രണ്ടിനെയും കൂടെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ലിവിംഗ് വേൾഡ് പഠിച്ച സമയത്ത് നമ്മൾ ലിവിംഗ് വേൾഡ് അല്ല അനിമൽ കിങ്ഡം പഠിച്ച സമയത്ത് നമ്മൾ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബേസിസുകൾ പറഞ്ഞതുപോലെ വേണോ? ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നതാണ്. ബോഡിയുടെ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ സീലോനെ കുറിച്ച്, സിമെട്രിയെ കുറിച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടാണ് അനിമൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പല 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 ഗ്രൂപ്പുകളായിട്ട് മാറ്റിയിട്ടത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഓർഗാനിസത്തിനെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാനും ഇദ്ദേഹം ഒരുപാട് ക്യാരക്ടറുകളുടെ ബേസുകളായിട്ട് എടുത്തു. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ടതാണ് ആ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന്റെ പ്രത്യേകത. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂകാരിയോട്ടിക് ആണോ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് ആണോ എന്നുള്ള പ്രത്യേകത. അതുപോലെ തന്നെ ആ സെല്ലിന്റെ സെൽവാളിന്റെ പ്രത്യേകത. സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സെൽവാൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതിനാണ് സെൽവാൾ ഇല്ലാത്തത്? ഇപ്പൊ ഉദാഹരണത്തിന് അനിമൽ കിങ്ഡത്തിനകത്ത് അനിമൽസിനാണെങ്കിൽ അവർക്ക് സെൽവാൾ ഉണ്ടാവില്ല. പ്ലാന്റ് കിങ്ഡം ആകുമ്പോൾ അവിടെ സെൽവാൾ ഉണ്ടാകും, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയ സെൽവാൾ ഉണ്ടാകും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പൊ പഞ്ച എടുക്കുകയാണെങ്കിൽ പഞ്ചയ്ക്കകത്തും സെൽവാൾ ഉണ്ടാകും, പക്ഷെ അത് ഒരിക്കലും സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയതല്ല. മനസ്സിലായി? അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ ക്യാരക്ടർ കൈക്ക് എന്ന് പറയുന്ന സെൽവാൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഓരോ ഗ്രൂപ്പിനകത്ത് വരുന്ന ആളുകളുടെയും സെൽവാളുകളുടെ പ്രത്യേകതയും പരിഗണിച്ചു. അതുപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിയിരുന്നു. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവർ ആഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്തിയാണോ ആഹാരം ഉണ്ടാക്കുന്നത്, അതോ എന്ത് ചെയ്യുക മറ്റുള്ളവരെ ആശ്രയിച്ചാണോ? മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ തന്നെ പല മെത്തേഡുകളിൽ ആശ്രയിക്കാൻ പറ്റും. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിന്റെ നേച്ചർ നോക്കിയേ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമുക്കിനി ക്ലാസ് വീട്ടിനകത്ത് ആവശ്യമുള്ളതാണ്. ജീവികള് മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിയാൽ 2 തരത്തിലാണ് ആഹാരം അവര് ശേഖരിക്കുന്നത്. എങ്ങനെയാണ്? ചിലരാണെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും, അവരെ നമ്മൾ ഓട്ടോട്രോഫ്സ് എന്നാണ് പറയുന്നത്. പ്രത്യേകം മനസ്സിലായോ? ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രത്യേകത ഉണ്ട്. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നവരും, രണ്ടാമത്തെ ആൾക്കാർ നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ല, അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരായിരിക്കും. അവർ നമ്മൾ ഹെറ്ററോട്രോഫ്സ് എന്നും പറയും. അറിയാലോ, പണ്ട് പഠിച്ചിട്ടുള്ള സാധനമാണ് ഓട്ടോട്രോഫ്സ്, ഹെറ്ററോട്രോഫ്സ്. ഈ ഓട്ടോട്രോഫ്സ് തന്നെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവര് പല രീതികൾ ഉപയോഗിച്ച് ആഹാരം പ്രിപ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് ആണ് അവർ ആഹാരം ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ പോലെ ആൽഗകൾ, ഗ്രീൻ ആൽഗകളിലൊക്കെ ഉള്ള അല്ലെങ്കിൽ റെഡ് ആൽഗകളിലൊക്കെ ഉള്ള അവരെ ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടോട്രോഫ്സ് എന്ന് പറയും. ഇങ്ങനെ അല്ലാതെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടോ? ഓട്ടോട്രോഫ്സ് ഉണ്ടോ എന്ന് വെച്ചാലുണ്ട്. എങ്ങനെയാണ്? അവര് കെമിക്കൽസിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തിട്ട് അതിനെ വിഘടിപ്പിച്ചിട്ടൊക്കെയാണ് കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവര് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മള് കീമോ ഓട്ടോട്രോഫ്സ് എന്നാണ് പറയാം, അല്ലെങ്കിൽ കീമോട്രോഫ്സ് എന്ന് പറയും. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് ആഹാരം അവർ ഏത് സോഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയും നേച്ചറുള്ളവരുണ്ട്. ഹെറ്ററോട്രോഫ്സ് നോക്കിയാൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, മറ്റുള്ളവരെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അവരുടെ ശരീരത്തില് ഈ പറയുന്ന ലൈറ്റിനെയോ കെമിക്കൽസിനെയോ ഒന്നും സ്വീകരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ 2 തരത്തിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ പലതരത്തിൽ ആശ്രയിക്കും. എങ്ങനെ? ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പാരസൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ശരീരത്തിൽ വെറുതെ കയറി എന്ത് ചെയ്യുന്നു, ആഹാരം വലിച്ചെടുക്കും. ചിലരാണെങ്കിൽ എന്ത് ചെയ്യുന്നു, മൃതശരീരങ്ങളിൽ കയറി മൃതശരീരങ്ങൾ വീടിച്ച് അതിനകത്ത് നിൽക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവിടെ എന്ത് വിളിക്കുന്നു, സാപ്രോഫൈറ്റ്സ് എന്ന് പറയും.
സെല്ലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അതുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? ആഹാരം ഉണ്ടാകും. അതിപ്പോ സിംബയോസിസ് നടത്തിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? അതായത് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല, അപ്പൊ പക്ഷെ അവർ വേറെ ചില സഹായങ്ങൾ ഓട്ടോട്രോഫ്സിന് ചെയ്ത് കൊടുത്തിട്ട് അവരുണ്ടാക്കുന്ന ഫുഡിനോട്ട് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യും? ആഹാരം ശേഖരിക്കും. അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്? ഓർഗാനിസംസ് ജീവിക്കാം. അപ്പം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ചെയ്തു? ജീവികളെ തരം. പിന്നെ ഇവരുടെ എവല്യൂഷണറി ഹിസ്റ്ററി വെച്ചിട്ട് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഫൈലോജനറ്റിക് റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവര് എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്ത് വന്നത്? ഇപ്പം ആൽഗകൾ അടുത്ത ഗ്രൂപ്പ്, ബ്രയോഫൈറ്റ്സ്, പിന്നെ പെഡോഫൈറ്റ്സ്, ജിംനോസ്പം, ആൻജിയോസ്പംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അവരുടെ ഓരോ ഗ്രൂപ്പുകളിൽ നിന്ന് അടുത്ത ഗ്രൂപ്പ് ഇവോൾവ് ചെയ്യാനുള്ള അവരുടെ കണക്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്തു? അത് അങ്ങനത്തെ ക്യാരക്ടർ എന്ത് ചെയ്തു? ഈ ക്ലാസിഫിക്കേഷൻ സമയത്ത് പരിഗണിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ പല നേച്ചറുകൾ പരിഗണിച്ചിട്ടാണ് വിറ്റാക്കർ ഈ ഉള്ള ഓർഗാനിസംസിനെ 5 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു ചാർട്ട് ഉണ്ടാകും. ആ ചാർട്ടിനകത്ത് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എല്ലാം അത് എങ്ങനെയാണ് ഈ 5 ഗ്രൂപ്പുകൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ 5 ഗ്രൂപ്പുകൾക്ക് വ്യത്യാസം വന്നതെന്ന് അതിനകത്ത് പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് ഒന്ന് നോക്കി വെച്ചേക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടെ അതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ചാർട്ടിനെ കുറിച്ചാണ്. നമ്മുടെ ക്ലാസ്സിൽ ഓർഗാനിസംസിനെ 5 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിച്ച പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വിറ്റാക്കർ ഇതിനെ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചത് എന്നാണ് എന്നോട് ഈ ചാപ്റ്ററിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതേ കാര്യമൊന്നുമില്ല, നമ്മളിപ്പോ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം സെല്ലിന്റെ പ്രത്യേകതകൾ നോക്കിയിരുന്നു. സെൽ ടൈപ്പ് എന്തായിരുന്നു? അത് പ്രോകാരിയോട്ടിക് ആണെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഏത്? മൊനീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് ഉൾപ്പെടുത്തും. ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, മൊനീറ എന്ന് പറഞ്ഞ ബാക്ടീരിയകൾക്ക്, പ്രൊട്ടിസൻസ് എന്ന് പറഞ്ഞ കടലിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന സൂക്ഷ്മജീവികള്, നമ്മുടെ പ്ലാന്റ് പ്ലവകൾ എന്നൊക്കെ പറയുന്ന സാധനം പ്രൊട്ടിസ്റ്റ്, കുമിളുകൾ വരുന്ന ഫംഗസുകള്, പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് വരുന്ന ഗ്രൂപ്പ്, പിന്നെ അനിമൽസിന്റെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രോകാരിയോട്ടിക് ആണെങ്കിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, നേരെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടുക, കിങ്ഡം മൊനീറയിലേക്ക് ഇടുക. ബാക്കി പ്രൊട്ടിസ്റ്റേ ആണെങ്കിലും ഫംഗൈ ആണെങ്കിലും പ്ലാന്റ് കിങ്ഡം ആണെങ്കിലും അനിമൽ കിങ്ഡം ആണെങ്കിലും അതിനകത്ത് ഓർഗാനിസംസ് എല്ലാം യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആയിരിക്കും. യൂക്കാരിയോട്ടിക് നേച്ചറുള്ള ഓർഗാനിസംസ്, അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള അഡ്വാൻസ്ഡ് സെൽ ടൈപ്പ് ആണ് അതിനകത്തുള്ളത്. പിന്നെ ഉള്ളതിന്റെ സെൽവാളിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സെൽവാള് കിങ്ഡം മൊനീറയില് സെൽവാളുണ്ട്, പക്ഷെ അത് നോൺ സെല്ലുലാർ ആയിട്ടുള്ള സെൽവാളാണ്. സെല്ലുകളായിട്ട് തിരിച്ചിട്ടില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള സെൽവാളായിരിക്കും അവർക്ക് ഉണ്ടാകുക. പ്രൊട്ടിസ്റ്റയിൽ നോക്കിയാൽ ചില ആളുകൾക്ക് സെൽവാളുണ്ട്, ചിലർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻ സം എന്ന രീതിയിൽ ചില ആളുകളിൽ സെൽവാൾ പ്രസന്റ് ആണ്, ചില ആബ്സെന്റ് ആണ്. എല്ലാവർക്കും ഉണ്ട് നമുക്ക് നിർബന്ധമായിട്ട് പറയാൻ പറ്റില്ല. ഇനി കിങ്ഡം ഫംഗൈ എടുത്ത് അതിനകത്ത് സെല്ലുലോസ് കൊണ്ടല്ലാത്ത ഒരു സെൽവാൾ ഉണ്ടായിരിക്കും. സെല്ലുലോസ് കൊണ്ടല്ല അവരുടെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷെ സെൽവാൾ പ്രസന്റ് ആണ്. സെല്ലുലോസ് കൊണ്ടാണ് സെൽവാളെങ്കിൽ അതിനടുത്ത് ഏത് ഗ്രൂപ്പിനകത്ത് ഇടണം? കിങ്ഡം പ്ലാന്റേക്കകത്ത് ഇടണം, അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിനകത്തേക്ക് ഇടണം. സെൽവാൾ ആബ്സെന്റ് ആണെങ്കിലോ അഡ്വാൻസ്ഡ് ക്യാരക്ടർ ആണ്, യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ സെൽവാൾ ആബ്സെന്റ് ആണെങ്കിൽ ഏതിനകത്ത് ഇടണം? അനിമൽ കിങ്ഡത്തിനകത്തേക്ക് ക്ലാസിഫൈ ചെയ്യും. ക്ലിയർ? ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ മെമ്പറേൻ, ന്യൂക്ലിയസിന്റെ മെമ്പറേനെ കുറിച്ചാണ്. ഇവിടെ ന്യൂക്ലിയസ് തന്നെ ഇല്ല ഏതിനകത്ത്, ശരിയായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് അവരെ പ്രോകാരിയോട്ടിക് ഓർഗാനിസം കിങ്ഡം മൊനീറ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ന്യൂക്ലിയസിന്റെ മെമ്പറേൻ ആബ്സെന്റ് ആണ്. ബാക്കി എല്ലാവരും യൂക്കാരിയോട്ടിക് ആയതുകൊണ്ട് തീർച്ചയായും ന്യൂക്ലിയസിന് എന്തുണ്ടാകും? മെമ്പറൈൻസ് ഉണ്ടാകും. ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസന്റ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് അവരുടെ ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ നോക്കുമ്പോൾ ഏറ്റവും താഴ കിങ്ഡത്തിനകത്ത് അവരുടെ ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഏറ്റവും ബേസ് ആയിട്ടുള്ള സെല്ലുകൾ മാത്രമുള്ളവര്, സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറെ സെല്ലുകൾ കൂടി ചേർന്നിട്ട് അത് ടിഷ്യൂ ആയിട്ട് മാറുമ്പോൾ ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ഏത്? ഈ ടിഷ്യൂസ് കൂടുതലായിട്ട് കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? ഓർഗൻസ് ആയിട്ട് മാറുമ്പോൾ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ടിഷ്യൂസ് ഓർഗൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകും. ടിഷ്യൂസ് ഓർഗനൈസ് ചെയ്തിട്ട് ഓർഗൻസ് ഉണ്ടാകും. ഓർഗൻസ് ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു.
അതിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് ഓർഗൻ സിസ്റ്റം ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഓർഗാനിസം ആയിട്ട്. അപ്പോ ഇവിടെ നമ്മള് ബോഡി ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കിങ്ഡത്തിനകത്ത് വരുന്നത്. ഏതാ കിങ്ഡം മൊണിയറയിൽ സെല്ലുലാർ ഗ്രേഡ്, അതിനകത്ത് സെല്ലുകൾ മാത്രമായിട്ടായിരിക്കും അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. കിങ്ഡം പ്രൊട്ടിസ്റ്റയ്ക്കകത്താണെങ്കിൽ അവിടെയും സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്നാൽ കിങ്ഡം ഫഞ്ചിക്കകത്ത് നോക്കിയാൽ സെല്ലുലാർ ഗ്രേഡ് അല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ആണ്, സെല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള കണ്ടീഷൻ ആണ്, ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുക. ഇനി പ്ലാന്റ് കിങ്ഡത്തിനകത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ടിഷ്യൂ ഗ്രേഡ് കൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിനകത്ത് തന്നെ ഏറ്റവും താഴെ ആൾക്കാരുണ്ട്, അവർക്ക് ടിഷ്യൂ ഗ്രേഡും അതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ ചെയ്യുന്നു ഓർഗൻ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനും ഉണ്ടാകുക. ഞാനൊക്കെ അവിടെ ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഉണ്ടാകും. ഓർഗൻ സിസ്റ്റം ഓർഗനൈസേഷൻ ടിഷ്യൂ ഗ്രേഡ് ഉള്ളവരുണ്ട്, ഓർഗൻ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ഉള്ളവരുണ്ട്, ഓർഗൻ സിസ്റ്റം ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ഉള്ളവരും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതിനെ കുറിച്ചാണ് ന്യൂട്രീഷനെ കുറിച്ചാണ്. ന്യൂട്രീഷൻ നോക്കിയിട്ട് ജീവികളെ തരംതിരിക്കാൻ പോയപ്പോൾ അവിടെ ഓട്ടോട്രോഫിക് നേച്ചറും അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് നേച്ചർ, രണ്ട് നേച്ചറും ഉള്ളവരുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നവരും മറ്റുള്ളവരെ ഡിപെൻഡ് ചെയ്യുന്നതും. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സും ഉണ്ട്, കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സും ഉണ്ട്. സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഹെറ്ററോട്രോഫ്സും ഉണ്ട്, പാരസൈറ്റിക് ആയിട്ടുള്ള ഹെറ്ററോട്രോഫ്സും ഉണ്ട്. എന്തായാലും ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും ഉള്ള നേച്ചർ ഉള്ളത് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കിങ്ഡം മൊണിയറയ്ക്കകത്തുണ്ട്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ അവിടെയും ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും ഉണ്ട്. അവിടെ മെയിൻ ആയിട്ട് ഒരു ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തറ്റിക് നേച്ചറുള്ള ഓട്ടോട്രോഫ്സ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ കിങ്ഡം ഫഞ്ചിക്കകത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്ന നേച്ചറേ ഇല്ല. കാരണം അവർക്ക് എന്ത് ചെയ്യില്ല, അതിനകത്ത് കളർ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഹെറ്ററോട്രോഫിക് നേച്ചറാണ് അവർ കാണിക്കുക. സാപ്രോഫൈറ്റിക് പാരസൈറ്റിക് ആയിട്ടുള്ള നേച്ചറുകളാണ് അവർ കാണിക്കുക. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് നോക്കി അവര് കംപ്ലീറ്റ്ലി ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആളുകളാണ്. ഈ ക്യാരക്ടറെല്ലാം ഓർത്തു കാണണം. യൂക്കാരിയോട്ടിക് ആയിരിക്കണം, സെൽവാൾ ഉണ്ടായിരിക്കണം, അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കണം, ടിഷ്യൂ ഗ്രേഡോ അല്ലെങ്കിൽ ഓർഗൻ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓട്ടോട്രോഫിക് ആണെങ്കിൽ അവർ പ്ലാന്റ് കിങ്ഡത്തിനകത്തേക്ക് വരും. ഹെറ്ററോട്രോഫിക് ആകുമ്പോൾ അവരെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരല്ല, അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. അവര് ഹെറ്ററോട്രോഫിക് നേച്ചർ ഉള്ളവരായിരിക്കും. ഇതാണ് ക്ലാസിഫിക്കേഷന്റെ ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ക്ലാസിഫിക്കേഷൻ ഇത്രയാണ്. ഓരോ കിങ്ഡത്തിനെ ആയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതാണ് ഇനി അടുത്ത സെക്ഷനകത്ത് പഠിക്കാം. ക്ലിയർ? ഓക്കെ, താങ്ക് യു.